ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെയ്യക്കാവുകൾ ഉണരുകയായി. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെയ്യത്തിന് പ്രാധാന്യം ഏറെയുള്ള ഒരു ജില്ലയാണ്. ത്ലാവം 9 കൊളച്ചേരി വിഷകണ്ഠൻകാവിൽ കളിയാട്ടത്തിന് തുടക്കം കുറിക്കുകയായി. ജന്മി നാടുവാഴിത്തത്തിലെ അധികാരമുപയോഗിച്ച് മർദ്ദനമുറകളാൽ കണ്ഠനെ വകവരുത്തിയതിൻ്റെ ഐതിഹ്യമായാണ് കൊളച്ചേരിയിലെ ചാത്തമ്പള്ളിക്കാവ് എന്നറിയപ്പെടുന്ന വിഷകണ്ഠൻകാവിൽ തെയ്യം കെട്ടിയാടിക്കുന്നത്. പതിനായിരങ്ങളാണ് ഈ തെയ്യം കാണാൻ കൊളച്ചേരിയിൽ എത്തിച്ചേരുന്നത്. ചൂട്ടും കാൽച്ചിലമ്പൊലിയും വാദ്യമേളങ്ങളുമായി വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ പുറപ്പാടും നൃത്തച്ചുവടുകളും കരുമാരത്തില്ലത്തിലേക്കുള്ള യാത്രയും അടങ്ങിയ മനോഹരമായ ഈ വീഡിയോ മുഴുവനായും കാണുക.
ജന്മിത്തം നാടുവാഴുന്ന കാലം. ജന്മനാടുവാഴിയായ കരുമാരത്തില്ലത്തെ കുടിയാന്മാരായിരുന്ന അമ്പുവിനും മാദിക്കും ഒരു മകൻ പിറന്നു. കോട്ടാളമെഴുതിയ രാമനെഴുത്തച്ഛൻ പ്രവചിച്ചു, നല്ല സമയത്തെ ജനനം, ഇവൻ കീർത്തിമാനാവേണ്ടവനാണ്. അന്നത്തെ നിയമപ്രകാരം കുട്ടിക്ക് പേര് വിളിക്കുന്നത് നാടുവാഴിയുടെ അനുമതിയോടുകൂടി മാത്രമായിരുന്നു. അങ്ങനെ കരുമാരത്തില്ലത്തെ തിരുമേനി കുട്ടിക്ക് കണ്ടൻ എന്ന് പേര് വിളിച്ചു. മകന് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന തങ്ങളുടെ ആഗ്രഹം അമ്പുവും മാദിയും രാമനെഴുത്തച്ഛനെ അറിയിക്കുകയുണ്ടായി. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലമായിരുന്നു അന്ന്. എന്നാൽ കണ്ടൻ്റെ കാര്യത്തിൽ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഞാൻ പഠിപ്പിച്ചോളാമെന്ന് രാമനും മാദിക്കും രാമനെഴുത്തച്ഛൻ വാക്കുകൊടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി കണ്ണൻ രാമനെഴുത്തച്ഛൻ്റെ ഗുരുകുലത്തിലേക്ക്. ഗുരുവിലും മറ്റ് ശിഷ്യന്മാരിലും അത്ഭുതവും ആശ്ചര്യവും ഉണ്ടാക്കുന്ന ബുദ്ധിശക്തിയും കഴിവുമായിരുന്നു കണ്ടനിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത്. രാമനെഴുത്തച്ഛനിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കണ്ടൻ എഴുത്തച്ഛൻ്റെ ശുപാർശപ്രകാരം തുടർ പഠനത്തിനായി ചിണ്ടൻ ഗുരുക്കളുടെ അടുത്തേക്ക്. അവിടുന്ന് വളരെ വേഗത്തിൽ തന്നെ ഗുരുക്കളുടെ അരുമ ശിഷ്യനായി മാറാൻ കണ്ടന് കഴിഞ്ഞു. വിഷചികിത്സയിൽ പ്രാവീണ്യം നേടിവരുന്നതിനിടെ വീട്ടിലെ ചില പ്രയാസങ്ങൾ കാരണം പഠനം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അച്ഛൻ അമ്പു. ശേഷം തൻ്റെ കുലത്തൊഴിലായ കള്ളുചെത്ത് കണ്ടനെ പഠിപ്പിക്കുകയും പിന്നീട് ചെത്തുകാരൻ അമ്പുവിൻ്റെ മകൻ ചെത്തുകാരൻ കണ്ടൻ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. കാലോചിതമായ പല മാറ്റങ്ങളും കണ്ടനിലും സംഭവിച്ചുകൊണ്ടിരുന്നു. സഹോദരിയുടെ കല്യാണം, പിന്നീട് കണ്ടൻ്റെ കല്യാണം, അങ്ങനെ പല പല വിശേഷങ്ങളും നടത്തി സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്ന കണ്ണൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുകയുണ്ടായി. കാര്യം ഇതാണ്. കുറ്റ്യാട്ടൂർ കോവൂർ ദേശത്തെ ഗർഭിണിയായ നാണിക്കുട്ടി എന്ന യുവതി സുഖപ്രസവത്തിനായി സ്ത്രീകൾ കഠിനമായ ജോലികൾ ചെയ്യണമെന്ന് വീടുകളിൽ നിന്നും നിർബന്ധം പിടിക്കുന്ന കാലം. ആ നിർബന്ധത്തിൽ വടിച്ചുവെച്ച കുട്ടിവട്ടളം എടുക്കാനായി കിണറിൻ്റെ അരികിലേക്ക് പോയ നാണിക്കുട്ടി തണുത്ത എന്തോ ചവിട്ടി എന്ന് തോന്നിയ നിമിഷം കാല് വലിച്ചു. അപ്പോഴേക്കും നാണിക്കുട്ടിക്ക് കടിയേറ്റിരുന്നു. നാണിക്കുട്ടി സർപ്പത്തെ നേരിൽ കണ്ടു. സർപ്പദംശനമേറ്റ നാണിക്കുട്ടി നിലവിളിച്ചു. വീട്ടുകാരും അയൽക്കാരും ഓടിക്കൂടി. നാട്ടിലെ വിഷചികിത്സകന്മാരും നാട്ടുവൈദ്യന്മാരും ഏറെ നേരം ശുശ്രൂഷിച്ചിട്ടും വലിയ മാറ്റമൊന്നുമില്ല എന്ന് മാത്രമല്ല, ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടുമിരുന്നു. ചർച്ചകൾ പലതും നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൊളച്ചേരി കരുമാരത്തില്ലത്തെ തിരുമേനിയെക്കുറിച്ചും സൂചന വന്നു. തിരുമേനി വിഷചികിത്സയിലെ അഗ്രഗണ്യനാണ്, ഫലമുറപ്പ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ. ഉടൻ കോരനെഴുത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മഞ്ചലൊരുക്കി നാണിക്കുട്ടിയെ അതിൽ കിടത്തി യാത്ര ആരംഭിച്ചു. ദുർഘടമായ പാതകൾ താണ്ടി നാഴികകൾ അകലെയുള്ള കരുമാരത്തില്ലത്തെത്തിയപ്പോൾ കോരനെഴുത്തച്ഛൻ തിരുമേനിയോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. തിരുമേനി പരിശോധിച്ചു. നിരാശയായിരുന്നു ഫലം. ചികിത്സയൊന്നും വേണ്ട, ആള് മരണപ്പെട്ടിരിക്കുന്നുവെന്ന് തിരുമേനി കൽപ്പിച്ചു. കോരനെഴുത്തച്ഛനും സംഘവും നിരാശയോടെ മടക്കയാത്ര ആരംഭിച്ചു. ഇല്ലത്തെ പടവുകൾ ഇറങ്ങി വയൽവരമ്പിലൂടെ നടത്തം. എതിരെ ചെത്തുകാരൻ കണ്ടൻ വരുന്നത് കോരനെഴുത്തച്ഛൻ കണ്ടു. കണ്ടനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. മരണപ്പെട്ടതായി തിരുമേനി കൽപ്പിച്ചതുകൂടി പറഞ്ഞു. കോരനെഴുത്തച്ഛനോടുള്ള അടുപ്പവും സ്നേഹവും പിന്നെ നാണിക്കുട്ടിയിൽ ജീവൻ്റെ അംശം അല്പം ബാക്കിയുണ്ട് എന്ന സംശയം കൊണ്ടോ എന്തോ കണ്ടൻ കോരനെഴുത്തച്ഛനോട് പറഞ്ഞു, മരണം ഒന്നുറപ്പാണ്. ഒന്നുകിൽ രോഗി, അല്ലെങ്കിൽ ചികിത്സിച്ച ഞാൻ. എന്തായാലും വേണ്ടില്ല, അമ്മയും കുഞ്ഞുമാണ്. നാണിക്കുട്ടിയെ എടുത്ത് കുളത്തിലെ വെള്ളത്തിൽ കിടത്തി അല്പം കഴിഞ്ഞ് ഞേളകൾ പൊന്തുകയാണെങ്കിൽ എടുത്ത് കരക്ക് കിടത്താൻ പറഞ്ഞ് കണ്ടൻ നടന്നുപോയി. അല്പം കഴിഞ്ഞ് നാണിക്കുട്ടിയുടെ തലഭാഗത്തു നിന്നും വെള്ളത്തിൽ ഞേളകൾ പൊന്താൻ തുടങ്ങിയപ്പോഴാണ് കോരനെഴുത്തച്ഛന് കാര്യം പിടികിട്ടിയത്. നാണിക്കുട്ടി മരിച്ചിട്ടില്ല, ശ്വാസമുണ്ട് എന്ന്. അപ്പോഴേക്കും കണ്ടൻ മഞ്ഞളും പച്ചിലകളാലും മറ്റ് ഔഷധക്കൂട്ടുകൾ കൊണ്ടും തയ്യാറാക്കിയ മരുന്നുമായി അവിടെ എത്തിയിരുന്നു. സംഘാംഗങ്ങൾ ഉടൻ നാണിക്കുട്ടിയെ കരക്ക് കിടത്തി. ശേഷം അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കണ്ടൻ്റെ ഔഷധ സേവയാൽ നാണിക്കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു. അതും വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ. അങ്ങനെ കണ്ടൻ അവിടുന്ന് തൊട്ട് വിഷകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ വിഷകണ്ഠൻ ആ തറവാട്ടിലെ, കുടുംബത്തിലെ, നാട്ടുകാരുടെ, കോരനെഴുത്തച്ഛൻ്റെ, സംഘത്തിൻ്റെ എന്നുവേണ്ട നാട്ടിലെ മൊത്തം ആളുകളുടെ കണ്ണിലെ കൃഷ്ണമണിയായി മാറുന്നു.
കോവൂർ തറവാട്ടിലും ദേശത്തും കൊളച്ചേരി ദേശത്തും വിഷകണ്ഠന് വീരോചിതമായ സ്വീകരണം, അനുമോദനങ്ങൾ, ആശംസകൾ, അങ്ങനെ പലതും. ഇതിനിടെ നാണിക്കുട്ടി പ്രസവിക്കുന്നു. കുട്ടിക്ക് പേരിടൽ ചടങ്ങിന് വിഷകണ്ഠൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായി മാറുന്നു. കോരനെഴുത്തച്ഛൻ തൻ്റെ താളിയോലകൾ മുഴുവൻ കണ്ഠന് കൈമാറുന്നു. അങ്ങനെ വിഷകണ്ഠൻ നാടൊട്ടുക്കും കേളികേട്ടവനായി. രാമനെഴുത്തച്ഛൻ്റെ പ്രവചനം പോലെ കീർത്തിമാനായി മാറി. ഈ സമയം കരുമാരത്തില്ലത്തെ തിരുമേനി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എൻ്റെ നാട്ടിൽ എന്നേക്കാളും വലിയ കേമനോ? നാടുവാഴുന്നവരാണല്ലോ. തിരുവായ്ക്ക് എതിർവായി പറയാത്ത കാലം. വിഷകണ്ഠൻ തിരുമേനിയുടെ കണ്ണിലെ കരടായി. മിത്രം ശത്രുവായി മാറി. ജന്മിയും കിങ്കരന്മാരും വിഷകണ്ഠനെ വകവരുത്തിയെന്നത് ഐതിഹ്യം. വിഷകണ്ഠൻ്റെ മരണശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഇല്ലത്തിൽ പലതരം ഭവിഷ്യത്തുകൾ വന്നുചേരാൻ ഇടയായി. തിരുമേനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ, പകൽ അസ്വസ്ഥമായ മനസ്സ്, ഒന്നിലും ഒരു ശ്രദ്ധയുമില്ലായ്മ. ജ്യോതിഷ പണ്ഡിതന്മാർ പ്രശ്നം വച്ചു. പ്രശ്നവശാൽ വിഷകണ്ഠന് സ്ഥാനം നൽകി ആദരിക്കണമെന്നും മറ്റു പല പ്രതിവിധികളും നടത്താൻ പറഞ്ഞ് ജ്യോത്സ്യന്മാരും മടങ്ങി. ആ ജ്യോതിഷ വിധിപ്രകാരമാണ് ഇന്ന് കാണുന്ന വിഷകണ്ഠൻ കാവും അതിലെ ചടങ്ങും വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളിയാട്ടവുമെല്ലാം. വലിയ ഒരു ചരിത്ര കഥയാണ് വിഷകണ്ഠൻ ദൈവത്തിൻ്റെ കഥ. അത് മറ്റുള്ളവർ പറഞ്ഞു തന്ന അറിവ് പ്രകാരം വളരെ ചുരുക്കരൂപത്തിലാണ് ഞാനിത് അവതരിപ്പിച്ചിട്ടുള്ളത്. പലതും വിട്ടുപോയിട്ടുണ്ട്, ചിലതെല്ലാം മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ആകുമ്പം തെറ്റുകൾ പലതും വന്നിട്ടുണ്ടാവാം. അത് നല്ലവരായ നിങ്ങൾ ക്ഷമിക്കും എന്ന വിശ്വാസത്തോടെ തുടർന്ന് അങ്ങോട്ടേക്ക് കരുമാരത്തില്ലത്തിലേക്കുള്ള വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ യാത്രയും മറ്റുമാണ്. മനോഹരമായ കാഴ്ചകളും ചടങ്ങുകളും അടങ്ങിയ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
കൊല്ലത്തോട് കുളം തികഞ്ഞു, മാസത്തോട് മാസം തികഞ്ഞു, ആണെന്നാണെന്ത നീന്നു കാലവന്നാ കൊണ്ട് കൂട്ടുപ്രകാരത്തിങ്ങൾ എന്റെ ശാസ്ത്രങ്ങളുടെ ഫലമായിട്ട് 9 ആണ്ട് കൊണ്ട് വെച്ച് 10 തിരുപ്പിള്ളേതാകുന്ന തേരിനുടി വാഹനത്തിന് ശേഷം എന്റെ നേർമൺമായി പോന്നുകൊടുത്താൽ ഇന്നലത്തെ പരമ്പരക്ക് ഇന്നലത്തെ പെട്ടവർക്കും മങ്ങമ്പരത്താകണം. ആദ്യത്തെ മര്യാദ ഉണ്ടല്ലോ അതെ. എൻ്റെ കാൺകപ്രതിഷ്ഠയായിരിക്കുന്ന എൻ്റെ അറിയത്തന്ത്രമായിട്ട് കൂടി കാണുന്ന അനുഭവത്തിനകത്ത് എൻ്റെ തിരുനെല്ലിപ്പടപ്പെട്ടിരുന്ന എൻ്റെ അറിയത്തന്ത്രമായിട്ട് മുമ്പ് വിഷയം പതിവുണ്ടല്ലോ അല്ലേ? ഓർമ്മ ഞാൻ തിരുനെല്ലിപ്പടമാരെ തിരുനെല്ലിപ്പടക്കപ്പെട്ടിരുന്നമാരെ തിരുനെല്ലിപ്പടക്കപ്പെട്ടിരുന്നമാരെ ശൗരകാര്യമാണെന്നൊട്ട് സംശയിച്ചു കാലത്തിങ്ങൾ ഗിരിവചനമായിരിക്കുന്നവരുടെ മുഖത്തെ വിഷയിച്ചു. ഇപ്പോഴത്തെ ഒമ്പാണമായിട്ട് കാലദാസം വരെ താകണം. എന്റെ കാന്തപ്രതിഷ്ഠയായിരിക്കുന്ന എന്റെ അറിയതന്ത്രമായിട്ട് മുമ്പത്തെ വിഷയിച്ചു പോരാം. എന്റെ തിരുനെല്ലിപ്പഴത്തിന് പോലെ അതുകൊണ്ട് ഇന്നലെ പുരാണ പുണ്യകാലങ്ങളിൽ ചിത കൊണ്ട് നിറവും മാടി മതുകൊണ്ട് വെള്ളവും പകർന്നു നട്ടു നനച്ച് ബന്ധപ്പെടുത്ത് പടാവശ്യമായി കൽപ്പിച്ചിരിക്കുന്ന ഒരു തലക്കൂറാണ് അല്ലേ? എൻ്റെ നാഗ് നിയമങ്ങളുമായി പൊന്നുകെടുത്താൽ മന്ത്രമൂർത്തി 37 എൻ്റെ ഗ്രാതമൂർത്തിയും നിലനിന്നിരിക്കുന്ന പുണ്യഭൂമി പാദമായിട്ട് എൻ്റെ അറിയതന്ത്രിയാൽ നിരൂപപ്പെട്ട ദേവനാണ് ഞാൻ അല്ലേ? നാരകണ്ഠം മരവും 8 കണ്ടം കല്ലും കൂട്ടി ക്ഷേത്രവും നഗരമായി പ്രവേശിച്ചു. തന്ത്രൂക്കി പെരുമാറിയതിൻ്റെ ശേഷം തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും ധ്യാനം കൊണ്ടും കർമ്മം കൊണ്ടും എൻ്റെ പാദാതി കേശം മുതൽ കേശാതി പാദം വരെ ശുദ്ധീകരിച്ചു കൊണ്ടിരുന്നവരെ എൻ്റെ നിർമ്മലമായി പൊന്നുകെടുത്താൽ ആശ്രമത്തിൻ്റെ ഭാഗം ഒഴിയെ വിഷയിച്ച് ആശ്രമം വാങ്ങലാണല്ലോ പതിവ്. വിഷയിച്ച് പോട്ടോ ഞാൻ. കോലയേഴവണ്ണം കോലയേഴവന്നില്ല ആദ്യത്തെ ഉണ്ടമായ തൊണ്ടത്ത് പൂവണ്ണം പൂവണ്ണത്ത് ശ്രീപരശരാഭൂമി കേരളം 100 ഭാഗം നാട്ടിനകത്ത് കനകവിട്ട് ഭൂമിയുടെ ഇളക്കുന്ന തൂമ്പിനാ നാഗപ്രതിഷ്ഠയും പിമ്പിനാ ബുധപ്രതിഷ്ഠിയുടെ കാശിരാവശ്യം രക്ഷിപ്പാനായിക്കൊണ്ട് ചേരമാമ്പരും ആടുന്ന നാട് വാടുന്ന അവിടെ ഇവര് 10 കുറുക്കന്മാരെയും കളിപ്പിച്ചു. യോഗം പാടവർ വായിച്ചാന്നിങ്ങനെ 4 സ്വരൂപത്തെയും കളിപ്പിച്ചു. 4 സ്വരൂപത്തിൽ 4 പ്രതിഷ്ഠ വളർന്ന് കളിപ്പിച്ചു. അമ്പാട് ചിത്രോടും കുമ്പടി ചിത്രമണി പള്ളി ചിത്രം കളിപ്പിച്ചു. ഈ 4 ചിത്രങ്ങളോട് വെച്ചിരിപ്പിക്കുന്ന ശേഷം അമ്പാട് ചിത്രം അമ്പാടി കൊടുത്ത് പടക്കി കെട്ട് പങ്കിപ്പള്ളി ആദ്യം കളിപ്പിച്ചു. കുമ്പടി വിഷയഴിക്കുന്ന വസ്തുക്കൾ ആത്മാധാരം പയ്യന്നൂർ പെരുമാളും തണിവെപ്പുമ്പാട്ട് വിശേഷാൽ അടർ സുലഭത്തിങ്കൽ ഐവരവരമായ വിശേഷം എടുത്ത് കൊണ്ട് കൂട്ടിയാൽ പറയണ്ടും കാലം 32 4 ഗോകുല മണ്ഡലത്തിലും 4 വട്ടവടവാദനം കൊണ്ടും സത്യം വന്നു ചേരുന്നവരക്കും ഒരിടത്തും കഴിഞ്ഞ് കളിയാക്കണം. സർവകാല സാക്ഷിയായിട്ട് നാരായണ മക്കൾ എടുക്കുന്നവരക്കും രണ്ടെന്ത് കടന്നുപോയി നിൽക്കുന്ന അവസ്ഥ വരുത്താകണം. ദൈവം അഭിഷേകവും ഫലമായിട്ട് കൊന്നുകെടുത്തു. അതുകൊണ്ട് എവിടെ പേഴ്ത്തും സർവകാല സാക്ഷിയായിട്ട് എന്നെയും എൻ്റെ മന്ത്രമൂർത്തിനെയും മനസ്സുകൊണ്ട് അടച്ചു കിടക്കുന്ന കടലിൽ തടസ്സ വരുത്താകണം. അഭിമാനത്തെ വാടി ഐശ്വര്യത്തെ വിളിച്ചു പോരാ. ശേഷം പുറൂട്ടും വായിച്ചുണ്ടോ? നാട്ടുകൾക്കെത്തുണ്ടോ? പെരുഞ്ചൊല്ലുകാമുണ്ടോ? ഇവട്ടെ സമസ്തമായിട്ട് വിഷയിക്കാം അല്ലേ? എന്നോട് കൂടി വിഷയിച്ചില്ല. എന്മൂത്തിന്റെ ദൈവം വേറെ നിന്ന് പരാതി ഒന്നും പാടുള്ളൂ അല്ലേ? എല്ലാ കാലത്തുള്ള കാലകർത്താവായിട്ട് ദൈവം എന്നിരിക്കുന്ന അനേകമാക സംസാരം കൊണ്ട് കളികിട്ട് കാളദാസം വരുത്താകണം. എന്നെയും കാംക്ഷിച്ച് അനേക സന്താനങ്ങൾ എൻ്റെ ശാസ്ത്രം ഫലമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് കർമ്മം പിഴച്ചാൽ സ്ഥാനം പിഴക്കും, സ്ഥാനം പിഴച്ചാൽ സ്ഥാനം പിഴക്കും അല്ലേ? വെള്ളമാനാക്കുന്ന കല്ലാടിയെങ്കിൽ വലിയൊരു ദേവനെ തൊട്ടു തീണ്ടി ശിരസിൽ വെക്കേണ്ട പുഷ്പങ്ങൾ പാദത്തിൽ വെച്ച് നിൽക്കുന്ന പരാതിയെങ്കിൽ ഇടവരുത്താകണം. കർമ്മത്തിൽ പിഴകൂടാകണം. കുതിച്ചു പോട്ടോ ഞാൻ. ശേഷമുള്ള വീടുപടി കാലം നടന്നാൽ പാദം മടക്കണം.
പരിശ്രമം ഫലമായിട്ട് ശരിക്കും 2 പരിശ്രമമായിട്ട് അല്ലേ എൻ്റെതാകുന്ന നിരന്തരപടിയും കൂടിക്കാണ്ടതാകുന്ന ആഗ്രഹങ്ങൾ എൻ്റെ സന്താനങ്ങൾ മനസ്സിൽ ചിന്തിച്ചപ്പോൾ അല്ലേ അജ്ഞാനമാകുന്ന വ്യാധി വന്ന് കറകയറുന്നതാകുന്ന അനുഭവം അറിയാൻ പറ്റുന്നൊരു മഹാവ്യാധിയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കറകയറിയിട്ടുള്ളത് അല്ലേ. അതിലൂടെ മനസ്സിലാക്കേണ്ടതാണ് ദൈവത്തിലുപരി ജ്ഞാനം ചിന്തിക്കുന്ന ചിലർക്കും പലർക്കും തിരിച്ചറിവാണിത് അല്ലേ രന്ദ്രേ അല്ലെ. ദൈവത്തിലുപരി ഞാൻ നിന്ന് ചിന്തിക്കുന്ന ചിലർക്കും പലർക്കുള്ളതാകുന്ന തിരിച്ചറിവാണ് അല്ലേ. അതിനകത്തെന്താണ് ഒരുപാട് സാധുക്കളാകുന്ന സന്താനങ്ങൾ അതിനകത്ത് ഒറ്റപ്പെട്ടു പോയിരുന്നൊരു വേദന അതിനകത്തുണ്ട് അല്ലേ. എന്നിരുന്നാലും എല്ലാ അനുഭവങ്ങളും അല്ലെ കാർമേഘം മൂടുമ്പോൾ സൂര്യന്റെ പ്രകാശം മറന്നു നിൽക്കും അല്ലേ. എന്നിരുന്നാലും കാർമേഘം മാറിയാൽ സൂര്യന്റെ പ്രകാശം ജ്വലിച്ചു നിൽക്കും അല്ലേ. അതുപോലെ എല്ലാ അനുഭവങ്ങളും മാറി വന്നു അല്ലേ. കാലം തെളിഞ്ഞു വന്നു അല്ലേ. വിശേഷ ഏകരായ നാട് വാങ്ങുന്ന തിരുവുൽപ്പുന്നെടുത്താൽ ഇരിപ്പാൻ പീഠവും തൊടുവാൻ പൊൻകുറിയും ചാർക്കുവാൻ മമ്പട്ടം ചുറ്റുവാൻ മേപ്പെടാൻ എന്നിരിക്കുന്ന അനുഭവത്തിനകത്ത് ഇവിടെ ഏകരായ നാട് വാങ്ങൽ കൽപ്പിച്ചുള്ള കാര്യത്തിനകത്ത് എൻ്റെ നിയമന്മാർ ഒന്നെടുത്താൽ ഇങ്ങനെ ഇരിക്കുന്ന ആദിത്യ മര്യാദ ഉണ്ടല്ലോ ഞാൻ സ്വീകരിച്ചു. സമുത്രം ധനം ദാനം മിത്രം കളത്രം അല്ലേ. ഇതൊക്കെയും വേണം, എന്നാലാണ് ജീവിതം എന്നിരിക്കുന്ന അനുഭവത്തിന് അർത്ഥമുണ്ടാവുള്ളൂ. എന്റെ നമ്മുടെ തായുടെ ആജ്ഞയുണ്ടായിട്ട് എന്റെ ശാസ്താവിന്റെ കഥയുണ്ടായിട്ട് എന്റെ ഒരു അതെന്റെ തിരുവള്ളത്താൽ നിലനിന്ന് രക്ഷിക്കാൻ പ്രയത്നമാരേ. അങ്ങനെ അകത്തുള്ള അറിയത്തിനമാരെ അടുക്കളകത്ത് കഞ്ഞി കുടിക്കുമ്പോഴേ തറവ് ദാനകൽപ്പനമായ മനസ്സുകൊണ്ട് വച്ചു കിടക്കുന്ന ആളുകൾ ജീവിതത്തിനോട് പരാജയം വരുത്താൻ ഐശ്വര്യത്തോടും സന്തോഷത്തോടും ഈ വരുന്ന വഴിമാർഗ അനുഭവത്തിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് കിട്ടുക. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഗുരു ഇങ്ങോട്ട് വന്നിനി. അടുത്ത അനുഭവത്തിനൊക്കെ ഒരു മാറ്റഗതി ഉണ്ടാക്കണം. പിന്നീട് എന്റേതാകുന്ന കാലതാമസം വരുത്താക്കണം. എന്റേതാകുന്ന കർമ്മവഴികളൊക്കെയും മുടക്കമില്ലാതെക്കണം. ഇന്നലെ ചെയ്തിരിക്കുന്ന ആ കർമ്മവഴികൾ വിഘ്നം വരുത്താതെ ഈ പരിശ്രമം ഫലമായിട്ട് ഒക്കെ ചെയ്തു അല്ലേ. സന്ദർഭവും സമയവും ഉണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അനേകമായ സംസാരങ്ങള് ക്ഷയിച്ചാൽ അല്ലേ ശേഷം എന്നെയും പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന ഭക്തന്മാർക്ക് അതൊരു പരാതി ആവുമല്ലോ. നിയമമായിട്ട് വിഷയിക്കട്ടല്ലോ, ശേഷം അത് കെട്ടിൽപ്പിക്കാന്നുണ്ടല്ലോ. അങ്ങനെ ഏവരോടും പറഞ്ഞേക്കോട്ടോ ഞാൻ അലങ്കാരം.
കൊണ്ടുപോയത്